വൈകുന്നേരം ആയപ്പോഴേ ഞാൻ വിചാരിച്ചത് മരുതിമൂട്ടി പള്ളിയിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചത്. ഭയങ്കര മഴയായിരുന്നു. പുനലൂർ ഉച്ചയ്ക്ക് തുടങ്ങിയതാ, പോയ വഴിയൊക്കെ തകർത്ത് പെയ്യുമായിരുന്നു. ആ പള്ളിയിൽ കയറാൻ പറ്റുമെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇടയ്ക്കൊക്കെ ഈ പള്ളിയിൽ പോകാറുണ്ട് കേട്ടോ. കല്യാണത്തിന് മുന്നേയും പോകാറുണ്ട്, കല്യാണം കഴിഞ്ഞും പോകുമായിരുന്നു. മാസത്തിൽ ഒരു വട്ടമെങ്കിലും ഞാൻ പോകുമായിരുന്നു. അവിടെ പോയി ഞാൻ കുറേ നേരം ഇരിക്കും. ഒരുപാട് പേരുടെ ദുഃഖവും എന്താ പറയുന്ന, അതൊക്കെ കാണുമ്പോൾ നമുക്കും അറിയാതെ കണ്ണ് നിറഞ്ഞു പോകും കേട്ടോ. അവിടെ ചെന്ന് ഇച്ചിരി നേരം ഞാൻ ഇരിക്കാറും ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരു കൊല്ലം കൊണ്ട് ഞാൻ പോകുന്നില്ല. എനിക്ക് ഈ വയ്യാതായതിന് ശേഷം ഞാൻ പോകുന്നില്ല. വയ്യായ്കയെന്ന് വെച്ചാൽ ആക്സിഡൻറ്റിന് ശേഷം. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരുപാട് സങ്കടം അങ്ങ് മാറി. മനുഷ്യരല്ലയോ, എന്തെല്ലാം പ്രശ്നങ്ങൾ കാണും. ഇന്നതൊന്നും എടുത്തു പറയാനില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുമല്ലോ. അപ്പം ഞാൻ അവിടെ പോയിട്ട് ഞാനും മോളും കൂടെ പോയി തിരിയൊക്കെ മേടിച്ച് അവിടെ കത്തിച്ച്. അപ്പോൾ വഞ്ചിയിൽ ഞാൻ പൈസ ഇട്ടില്ല കേട്ടോ. ആ പൈസ ഞാൻ കൈ വെച്ചിരുന്നു. കാരണം ഞാൻ കയറിപ്പോയപ്പോഴേ കണ്ട ഒരു അമ്മ നനഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ആ പാവത്തിന് അത് കൊടുത്ത് ഒരു ചായയെങ്കിലും കുടിക്കാനുള്ളതാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തിരിച്ച് വന്ന് മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഉണ്ടല്ലോ, ആ അമ്മയുടെ കുറേ കാര്യങ്ങൾ കേട്ട് എനിക്ക് ആ പോയ സന്തോഷം പോയിട്ടങ്ങ് അറിയാതെ ഞാൻ മക്കളെയും പിടിച്ച് നിർത്തി കേൾപ്പിച്ചു കേട്ടോ. ഞാൻ ആ സത്യത്തിൽ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാണ് വന്നത്, അമ്മ ഓരോ കാര്യങ്ങൾ പറയുന്ന കേട്ടിട്ടേ. അപ്പം ഞാൻ അവിടെ ചെന്ന് പള്ളിയുടെ അവിടെ ഇങ്ങനെ പോയി കുറേ നേരം നോക്കിയൊക്കെ ഇരുന്നു. ഈ രാത്രിയായിട്ടും അവിടെ നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. അകത്ത് കയറിയില്ല. ഞാൻ മെഴുകുതിരിയൊക്കെ കത്തിച്ച്, ഞാനും കത്തിച്ച് മോളും കത്തിച്ച് തെന്നി വാരി കിടക്കുമായിരുന്നു. തിരിച്ചിറങ്ങി സന്ധ്യയായി, 8 മണിയൊക്കെ ആയായിരുന്നു രാത്രിയിൽ. അവിടെ നിർത്താതെ മഴ പെയ്യുമായിരുന്നു കേട്ടോ. അവിടെ പോയി ഒരു കുറച്ച് നേരമൊക്കെ നിന്നിട്ട് ഞാൻ പതുക്കെ എങ്ങ് തിരിച്ചിറങ്ങി വന്ന് ആ അമ്മയുടെ അടുത്തോട്ട് വന്ന്. ഇതിൻ്റെ കൂട്ടത്തിൽ അടുത്തതിൽ ഞാൻ ആ അമ്മയുടെ വീഡിയോ ഇടും, എല്ലാവരും ഒന്ന് കണ്ട് ഒന്ന് കേട്ട് നോക്കണം. അപ്പം നമ്മളെ കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതൊരു വലിയൊരു കാര്യമല്ലേ. അപ്പം ഞാൻ ആ ഇടുന്ന വീഡിയോയും കൂടെ എല്ലാവരും ഒന്ന് കണ്ട് നോക്കണേ. ഞാൻ ഒത്തിരി നേരം അവിടെ നിന്ന് അമ്മയുടെ കഥയൊക്കെ കേട്ടിട്ടാണ് വന്നത് കേട്ടോ. അത് അടുത്ത വീഡിയോയിൽ ഇട്ടേക്കാം.